മുരളിയെങ്കിലും വന്നില്ലേ ഇതുവരെ? ഇല്ല, 2-3 ദിവസത്തെ ട്രിപ്പ് എന്നും പറഞ്ഞു പോയതാ. പക്ഷെ ഇപ്പൊ പോയിട്ട് 3-4 ദിവസമായി. ഇനിയും കുറച്ചു ദിവസം കൂടെ കഴിയുമെന്നാ പറഞ്ഞത്. ഒരു വലിയ പ്രോജക്റ്റിന്റെ ഡിസ്കഷനാ. അങ്ങനെ പെട്ടെന്ന് നിർത്തി പോരാൻ പറ്റില്ലെന്നാ പറയുന്നത്. മുരളിയേട്ടൻ വരുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഈ ഇഷ്യൂ ഒന്ന് സോൾവ് ചെയ്താൽ കൊള്ളാന്നുണ്ട് അപ്പു. ആന്റി വിഷമിക്കേണ്ടെന്നേ, നമുക്ക് നോക്കാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ആന്റി. അയ്യോ അപ്പു, മാളുവിനെ കാണുന്നില്ലേ? ഇനിയിപ്പോ പിന്നെ ആവട്ടെ, ഞാൻ വിളിച്ചോളാം അവളെ. ഇറങ്ങട്ടെ. അതെ, ഞാൻ ഈ കാര്യം നിന്നോട് സംസാരിച്ചു എന്ന് മാളു അറിയണ്ട കേട്ടോ. ഏയ്, അത് ഞാൻ മാനേജ് ചെയ്തോളാം. ശരി. ദേ, നിന്നെ തിരക്കി ഒരാൾ എത്തിയിട്ടുണ്ടല്ലോ. അതെ, ആ ഫിലിപ്പോസ് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയൊന്നും തൽക്കാലം മോൾ അപ്പൂനോട് പറയാൻ നിൽക്കണ്ട. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നേ? എത്തിയോ? ഞാൻ കരുതി മുത്തശ്ശിമാളും ഇനി ലേറ്റ് ആവുന്നു. നീ ഇറങ്ങാൻ തുടങ്ങായിരുന്നോ? അതെ. എന്താ അപ്പു വന്നത്? വിശേഷം എന്തെങ്കിലും ഉണ്ടോ? ഏയ്, ഒന്നുമില്ല മുത്തശ്ശി. ഞാൻ ഇവളെ കാണാൻ വേണ്ടി വന്നതാ. മുത്തശ്ശി സുഖമായിരിക്കുന്നോ? എന്ത് സുഖം മക്കളെ, ഈശ്വരന്റെ കൃപാകടാക്ഷം കൊണ്ട് ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ അങ്ങ് പോകുന്നു. പണിക്കർക്ക് എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല മുത്തശ്ശി, BP സുഖമായിരിക്കുന്നു. എന്നാലും സൂക്ഷിച്ചോണേ. ഇതെപ്പോ വേണേലും തിരിച്ചു വരാവുന്ന പ്രത്യേക ഇനം രോഗമാണെന്നാ പറയുന്നേ. നീ വാ. മാളു, വേഗം വരണേ. നീ വന്നിട്ടേ ഞാൻ കഴിക്കൂ. മുത്തശ്ശി കഴിച്ചു. വാ. നീ വന്നിട്ട് കുറെ നേരമായപ്പോ? ഇല്ല, ഞാൻ ദേ ഇപ്പൊ വന്നതേ ഉള്ളൂ. നീ ഇല്ലെന്നറിഞ്ഞപ്പോ പിന്നെ വരാന്ന് വെച്ചു. ഡോക്ടർ പിന്നെ വിളിച്ചോ? ഇല്ല. നീയും അങ്ങോട്ട് വിളിച്ചില്ല? ഇല്ല. അപ്പോ രണ്ടുപേരും കട്ട സീരിയസ് അല്ലേ? ആക്ച്വലി എന്താ നിന്റെ പ്രശ്നം? ഡോക്ടർ നിന്നെ ഡിഗ്രേഡ് ചെയ്ത് സംസാരിച്ചതോ അതോ ഡോക്ടറിന്റെ ഫ്രണ്ട്ഷിപ്പോ? അതൊന്നും അല്ല അപ്പോ. ഡോക്ടർ എന്നിൽ നിന്നും എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്. അതൊക്കെ നിന്റെ വെറും തോന്നല. ഒരേ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന രണ്ടുപേര്, അവര് തമ്മിൽ ഒരു സൗഹൃദത്തിൽ സംശയിക്കത്തക്കതായി. അങ്ങനെയുള്ള സംശയം എനിക്കില്ല അപ്പോ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അതൊന്നല്ല എന്റെ പ്രശ്നം. പിന്നെ എന്താ നിന്റെ പ്രശ്നം? ഇങ്ങനെ പിണങ്ങി മാറി നിൽക്കാൻ മാത്രം നിങ്ങൾ തമ്മിൽ അത്ര സീരിയസ് ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇനി ആരാദ്യം കോംപ്രമൈസിന് വരും എന്നുള്ള ഈഗോ ആണെങ്കിൽ അതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഞാൻ ഡോക്ടറെ കണ്ട് സംസാരിക്കാം. അതൊന്നും വേണ്ടപ്പോ, അന്ന് ശരിയാവില്ല. ശരിയാവൂല്ലെന്നൊക്കെ ഞാൻ നോക്കട്ടെ. അതിനു മുമ്പ് രണ്ടുപേർക്ക് ഞാൻ കുറച്ച് സമയം കൂടി തരാം. എന്നിട്ടും രണ്ടുപേരും ഒരു കോംപ്രമൈസിന് വില്ലിങ് അല്ലെങ്കിൽ അപ്പൊ ഞാൻ ഇടപെടും. എന്താ? എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. പോട്ടെ, നീ ഇനി അതേപറ്റി ഒന്നും ആലോചിക്കണ്ട. നീ എപ്പോഴൊന്ന് ഫ്രീ ആവുന്നേ? എന്താ അപ്പോ, എവിടെയെങ്കിലും പോകാനുണ്ടോ? നന്ദൻ സാറിനെ ഒന്ന് കാണണം. നീ ഫ്രീ ആണെങ്കിൽ നിന്നെയും കൂട്ടി പോവാന്ന് വെച്ചു. അല്ല, ഞാൻ... എന്താ? നന്ദൻ സാറുമായി ഒരു കോണ്ടാക്ട് വേണ്ടെന്ന് മുത്തശ്ശി പറഞ്ഞു. എന്താ നിനക്ക്? എന്തു പറ്റി? അപ്പോ നീ പറഞ്ഞ ശരിയാ. മുത്തശ്ശി ഇപ്പ കാര്യം പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ എനിക്ക് നിന്നോടൊന്ന് മറച്ചു വെക്കാൻ പറ്റില്ല. ആ ഫിലിപ്പോസ് പിന്നെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്തിനാ അയാൾ വന്നേ? നീ പറഞ്ഞിട്ട് അച്ഛൻ ആ ആക്സിഡന്റിനെ കുറിച്ച് പോലീസ് സ്റ്റേഷനിൽ അന്വേഷിക്കുന്ന കാര്യം അയാൾ എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ പിന്നാലെ അന്വേഷിച്ച് നടക്കരുതെന്ന് വോൺ ചെയ്യാൻ അയാൾ വന്നത്. എന്നിട്ട് എന്താ അയാൾ പറഞ്ഞേ? ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഞങ്ങളോടൊക്കെ ഒരു ഭീഷണി ലൈനിലായിരുന്നു സംസാരം. ഇനി അതേപ്പറ്റി അന്വേഷിച്ചു പോയാ എന്റെ അമ്മയുടെയും കഴുത്തി കിടക്കുന്ന താലിക്ക് അർത്ഥമില്ലാതാവുന്നു. ഓ, അപ്പൊ ഫിലിപ്പോസ് രണ്ടും കൽപ്പിച്ചല്ലേ? നീ ഇതൊന്നും നന്ദൻ സാറിനോട് പറയാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ അപ്പോ, നമുക്കിത് വിട്ടേക്കാം. എന്ത് ചെയ്യാൻ മടിക്കാത്ത ആളയാള്. വെറുതെ എന്തിനാ? എന്താ അപ്പോ, എന്താ നീ ഒന്നും പറയാത്ത?
ഒന്നുമില്ല, നീ ചെല്ല്. മുത്തശ്ശി നിന്നെയും കാത്ത് ഭക്ഷണം കഴിക്കാതിരിക്കായിരിക്കും. ഞാൻ വിളിക്കാൻ നിന്നെ. അപ്പോ ഞാൻ ചെല്ലടി, ഞാൻ ഇറങ്ങാം. അപ്പ്- ആ ജോക്കൂട്ടാ, നീ ഇറങ്ങിയോടാ. വാ, നിനക്കുള്ള ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. വേണ്ട മച്ചി, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. ഹാ, അതെന്നാത്തിനാടാ നീ പുറത്തുനിന്ന് കഴിക്കുന്നേ? നീ വാ, അമ്മച്ചി എടുത്തു തരാം. വെറുതെ കണ്ട ഹോട്ടലിൽ നിന്നൊക്കെ കഴിച്ചിട്ട് വായും വയറും ചീത്തയാക്കണ്ട. ബൈ, ഇരിക്കെ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഓ, പെറ്റ തള്ള വിളമ്പി തന്നാലേ നിനക്ക് ഇറങ്ങത്തുള്ളോ? എന്നാ പിന്നെ നിർബന്ധിക്കുന്നില്ല. അല്ല, ലക്ഷണം കണ്ടിട്ട് ഈ അടുത്ത കാലത്തെങ്ങ് നിനക്കതിനുള്ള യോഗം ഉണ്ടെന്ന് തോന്നുന്നില്ല കൊച്ചനെ. വേണ്ടെന്നേ, അതിനോട് ആർക്കും പരാതിയൊന്നുമില്ലല്ലോ. മമ്മി എവിടെ? ഡേയ്സമ്മ മുറിയിലുണ്ട്. എന്നാത്തിനാ? മമ്മി, ഇന്നലെ എന്നോട് ആലോചിക്കാതെ മമ്മി മാളുവിന്റെ വീട്ടിൽ പോയത് ശരിയായില്ല. എല്ലാ കാര്യങ്ങളും പരസ്പരം ആലോചിച്ച് ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ജോബിൻ. ഇപ്പൊ നിനക്കത് ശീലമില്ലാത്തതുകൊണ്ട് ഞാനും അത് ശീലിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്നു. എനിക്കിഷ്ടമുള്ളിടത്ത് ഞാൻ പോകും, ഇഷ്ടമുള്ളത് പ്രവർത്തിക്കും. നിനക്കങ്ങനെ ആവാമെങ്കിൽ എനിക്കും അങ്ങനെയൊക്കെ ആവാം. മമ്മിയെ ഞാൻ കുറ്റപ്പെടുത്തുകയൊന്നുമല്ല, പക്ഷെ എന്റെ ലൈഫിന്റെ കാര്യമാവുമ്പോ. ഓ, നിന്റെ ലൈഫെന്ന് പറഞ്ഞാ അതിൽ എന്റെ ലൈഫിന് വലിയ സ്ഥാനമൊന്നും ഇല്ലല്ലോ. നിന്റെ മാത്രം ലൈഫാണല്ലോ. കൊള്ളാം. മമ്മി പ്ലീസ്, എന്നോട് അല്പമെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. മാള് സ്വന്തം ഇഷ്ടത്തിനാ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. മമ്മി പറഞ്ഞതുപോലെ നമ്മുടെ മര്യാദയ്ക്ക് നമ്മൾ അവളെ വീട്ടിലാക്കിയിട്ടുണ്ട്. ഒരിക്കലും ഇവിടേക്ക് തിരിച്ചു വരരുതെന്ന് ഞാൻ വിലക്കിയിട്ടുമില്ല. ഞാൻ ചെയ്ത തെറ്റ് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ക്ഷമിക്കാൻ പാടില്ലാത്ത തെറ്റൊന്നുമല്ലല്ലോ. വർക്ക് പ്ലേസിലെ മറ്റൊരു ഡോക്ടറുമായി ഒരു സൗഹൃദം ഉണ്ടായിപ്പോയതിന് മാളുവിനോട് ക്ഷമ പറയേണ്ട ആവശ്യമുണ്ടോ? പിന്നെ ക്യാഷിന്റെ കാര്യം ശരിയാണ്. ഞങ്ങളുടെ രണ്ടുപേരുടെ അക്കൗണ്ടിൽ നിന്ന് അവളോട് ചോദിക്കാതെ ഞാൻ പണം എടുത്തു. അത്രയും സ്വാതന്ത്ര്യം എനിക്കുണ്ടെന്ന് തോന്നി. 24 മണിക്കൂറിനുള്ളിൽ ഞാൻ ആ പണം തിരിച്ച് ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്തു. പിന്നെ സഹായിച്ചതൊരു സുഹൃത്തിനായിപ്പോയി. ആ സുഹൃത്ത് ഒരു പെണ്ണായിപ്പോയി. അതാ മാളുവിന്റെ പ്രശ്നം. ആരും നിർബന്ധിച്ച് മാളുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരേണ്ട കാര്യമില്ല. അവക്ക് സ്വയം തോന്നുകയാണെങ്കിൽ വരട്ടെ. മമ്മി പോയി അവളെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവന്ന വീണ്ടും ഇത് ആവർത്തിക്കില്ല എന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. ശരിയാ, ഇപ്പൊ ആരുടെയും കാര്യത്തിൽ ഒരുറപ്പും പറയാൻ പറ്റാതായിരിക്കുന്നു. മുമ്പ് നമ്മുടെ വീട് ഇങ്ങനെയല്ലായിരുന്നു. ആ, പിന്നെ ഇന്നലെ മാളുവിന്റെ വീട്ടിൽ പോയ കാര്യം. ഞാൻ മാളുവിന്റെ വീട്ടിലാ പോയതെന്ന് നിന്നോട് ആര് പറഞ്ഞു? അശ്വതി വിളിച്ചോ? അതോ മുരളിയോ? അതോ ആ കാര്യം മാളു തന്നെ നിന്നെ വിളിച്ചറിയിച്ചോ? ഇല്ല മോനെ, നീ പേടിക്കണ്ട. നിന്റെ അറിവോ സമ്മതോ ഇല്ലാതെ മാളുവിനെ ക്ഷണിക്കാൻ ഞാനായിട്ട് പോകില്ല. ഒരുമിച്ച് ജീവിക്കേണ്ടതിന്റെ ആവശ്യകത നിന്നെപ്പോലെ തന്നെ അവളും മനസ്സിലാക്കട്ടെ. പക്ഷേ അതെപ്പോഴെങ്കിലും മനസ്സിലാക്കിയാ പോരല്ലോ. മമ്മിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു അതിസാമർത്ഥ്യം ഉണ്ടാകുമെന്ന് നീ ഭയക്കണ്ട. നീ ധൈര്യമായിട്ട് ജോലിക്ക് പൊയ്ക്കോ. അപ്പോ മമ്മി ഇന്നലെ അത് നിന്നെ സംബന്ധിക്കുന്ന വിഷയമല്ലല്ലോ. അതുകൊണ്ട് തന്നെ നീ അതറിയണമൊന്നുമില്ല. പൊയ്ക്കോ. നന്ദേട്ടാ, ദാ ഈ കഷായം കുടിക്ക്. കാലിടാനുള്ള മരുന്ന് കൂട്ട് അരച്ചു വെച്ചിട്ടുണ്ടേ. അവിടെ വച്ചേക്കുന്നതാ, കുറച്ച് കഴിയട്ടെ. അതെങ്ങനെയാ? വെയിൽ ഉറയ്ക്കുന്നതിന് മുമ്പ് കാലിൽ മരുന്ന് കൂട്ടി ഇട്ടാലല്ലേ നീര് പറ്റുള്ളൂ? എന്തിനാ ഇതൊക്കെ? കൃത്യസമയത്ത് മരുന്ന് കഴിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും സാധിക്കാനില്ലല്ലോ. എന്താ നന്ദേട്ട ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇന്നലെ കൂടി മരുന്നെല്ലാം കൃത്യമായിട്ട് കഴിച്ചോളാന്നും ചികിത്സ തെറ്റാതെ ശ്രദ്ധിച്ചോളാന്നും എൻ്റെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് വാക്ക് പറഞ്ഞതല്ലേ. എന്നിട്ടെന്താ ഇന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്കറിയില്ല എന്നതാ. ജീവിക്കണമെന്നൊരാഗ്രഹവും തോന്നുന്നില്ല. ഇതുവരെ ജീവിച്ച ജീവിതം അവൾക്ക് വേണ്ടിയായിരുന്നു. അവള് പോയില്ലേ, ഇനിയിപ്പോ എന്റെ കാര്യം എങ്ങനെയായാലും എന്താ?
ഇങ്ങനെയാണോ ചിന്തിക്കുന്നത്? നന്ദേട്ടൻ ആരോഗ്യത്തോടെ ജീവിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ചു പേരെങ്കിലും ഇവിടെ ഉണ്ടെന്ന് വിചാരിക്ക്. നന്ദേട്ടന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും. എന്താ? പേടിക്കണ്ട, ഒരു തരത്തിൽ ഞാനൊരു ബാധ്യതയാവില്ല. പക്ഷേ ആരോഗ്യം പൂർണ്ണമായി വീണ്ടും കിട്ടുന്നത് വരെ ഞാൻ പറയുന്നതനുസരിച്ച് മരുന്നും പത്തിയോ ഒന്നും മുടക്കില്ലെന്ന് എനിക്ക് വാക്ക് തരണം. അത് എനിക്ക് വേണ്ടിയല്ല, നന്ദേട്ടന്റെ ആദരയ്ക്ക് വേണ്ടി നൽകുന്ന വാക്കായിട്ട് കരുതിയാൽ മതി. വേണ്ടെന്നല്ല. എന്തിനാ നീ അവളെ ഇതിലേക്ക് വലിച്ചിഴക്കുന്നേ? ഇതുവരെ ജീവിച്ചതൊക്കെ അവൾക്ക് വേണ്ടിയായിരുന്നു. പക്ഷേ അവളുടെ ഏട്ടന്റെ സ്നേഹം മറന്ന് അവൾ പെരുവഴിയിൽ ഉപേക്ഷിച്ചു പോയില്ലേ? ഇനി ആർക്ക് വേണ്ടിയെന്നല്ല ഞാൻ ജീവിക്കേണ്ടത്, ആരോഗ്യത്തോടെ നടക്കേണ്ടത്? അടുത്തു, മതിയായി. എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു കിട്ടിയ അത്രേ ആശ്വാസം. ഇപ്പോ ശരിക്കും ഞാൻ സങ്കടപ്പെടുന്നത് നിന്നെ ഓർത്തിട്ടാ. നീ എന്തിനാ എന്നെ ഇങ്ങനെ ശുശ്രൂഷിക്കാൻ നിൽക്കുന്നത്? നാട്ടിലേക്ക് മടങ്ങിക്കൂടെ? ഇവിടെ സഹായത്തിന് ഒരാളെ ഞാൻ വെച്ചോളാം. സഹായത്തിന് ആളെ വെക്കോ വെക്കാതിരിക്കോ ഒക്കെ നന്ദേട്ടന്റെ ഇഷ്ടം. പക്ഷേ ഇതെന്റെ കടമയാണ്. അച്ഛനോട് നന്ദേട്ടൻ വാക്ക് പറഞ്ഞതാ, തിരിച്ചു പോകാൻ ഒരിക്കലും നിർബന്ധിക്കില്ല എന്ന്. ഇല്ല, ഞാൻ ആരെയും ഒന്നിനും നിർബന്ധിക്കുന്നില്ല. എല്ലാവരും സ്വന്തം ഇഷ്ടം പോലെ ആയിക്കോളൂ. പക്ഷെ ഒരു കാര്യം ഓർമ്മ വേണം, നന്ദനിപ്പോ മുങ്ങിത്തുടങ്ങിയ കപ്പല. ഒരു നിമിഷം മുമ്പേ വിട്ടുപോകുന്നതാണ് എല്ലാവർക്കും നല്ലത്. ദേ അപ്പോ വരുന്നുണ്ട്. നമസ്കാരം നന്ദൻ സർ. നമസ്കാരം, ഇരിക്കേ. എന്റെ അപ്പു, രാവിലെ മുതൽ മനസ്സ് വിഷമിപ്പിക്കുന്ന വർത്താനാ ഈ നന്ദേട്ടൻ പറയുന്നത്. അച്ഛനും ഞാനും ഒക്കെ പറഞ്ഞു പറഞ്ഞു മടുത്തു. ശേഖരമാമയില്ലേ ഇവിടെ? അച്ഛൻ കുറച്ചു മുമ്പ് നാട്ടിലേക്ക് പോയി. അവിടുന്ന് കുറച്ച് നീലയമരി സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് അരച്ചു തേച്ചതിൽ പിന്നെ നീരിന് നല്ല കുറവുണ്ട്. അച്ഛൻ വൈകുന്നേരത്തിന് മുമ്പ് തിരിച്ചു വരും. ദാ ഇത് വച്ചേക്കേച്ചി. എന്തിനാ അപ്പു ഇതൊക്കെ? ഇവിടെ തന്നെ ആവശ്യത്തിനധികം വാങ്ങിക്കൂട്ടുന്നുണ്ട് ഇവള്. സാരമില്ല, കൂട്ടത്തിൽ ഇതോടെ ഇരുന്നോട്ടെ. ഇപ്പോ എങ്ങനെയുണ്ട് സാറിന്? പരമസുഖം. സുഖചികിത്സയല്ലേ ഇപ്പോ? എന്നിട്ടാ കുറച്ചു മുമ്പ് വേണ്ടാത്തതൊക്കെ വായിന്ന് വീണത്. സാറിനെ പോലെ ഒരാളെ ഉപദേശിക്കാൻ ഞാൻ ആളല്ല. എങ്കിലും ഒരു കാര്യം ഞാൻ പറയാം. ജീവിതത്തിലെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും എനിക്ക് ധൈര്യം പകർന്നത് സാറും ആതിരയൊക്കെയാ. ആതിരയുടെ പ്രസൻസ് ശരീരം കൊണ്ട് മാത്രമേ നമുക്ക് നഷ്ടമായുള്ളൂ. മനസ്സുകൊണ്ട് അവൾ എപ്പോഴും ഈ ഏട്ടനൊപ്പം ഉണ്ട്. അവക്ക് വേണ്ടിയെങ്കിലും സാർ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം, പ്ലീസ്. ഇതെന്റെ റിക്വസ്റ്റാ. ഇനി ഒരു കാര്യം കൂടി സാറിന്റെ അറിവിലേക്ക് പറയാം. നന്ദൻ സാറ് നന്ദൻ എന്ന സുഹൃത്തിനേക്കാളും ഏട്ടനേക്കാളും എനിക്ക് അഡ്വക്കേറ്റ് നന്ദകുമാറിനെ ആവശ്യമുള്ള ചില കാര്യങ്ങളുണ്ട്. അതിനുവേണ്ടി സാർ ജീവിതത്തിലോട്ട് തിരിച്ചു വന്നേ പറ്റൂ. എല്ലാവരുടെയും നല്ല വാക്ക് കേൾക്കുമ്പോ എനിക്കും അങ്ങനെ തോന്നാറുണ്ട്. പക്ഷെ അവളെക്കുറിച്ച് ആലോചിക്കുമ്പോ ആവശ്യം എല്ലാവർക്കും ഉണ്ട് സാർ. ആതിരെ പരിചയപ്പെട്ടവർക്കൊന്നും അവളെ അത്ര പെട്ടെന്നൊന്നും മറക്കാനാവില്ല. അപ്പോ സാറിന്റെ സങ്കടം എത്രയെന്ന് എനിക്ക് ഊഹിക്കാവുന്നില്ലുള്ളൂ. അപ്പു, ഈ മരുന്ന് നന്ദേട്ടന് കൊടുത്തേ. ഞാൻ അപ്പുവിന് കുടിക്കാൻ എടുക്കാം. അപ്പു ആണെങ്കിലേ ശരിയാകൂ. കഴിക്കേ സാർ. സത്യമാണോ അപ്പു? അയാൾ തന്നെയാണ് ഇതൊക്കെ ചെയ്തത്? ആ അപകടത്തിന് പിന്നിൽ അയാൾക്ക് പങ്കുണ്ടെന്ന് എന്റെ മനസ്സ് പറയുമോ നിളേച്ചി? അല്ലെങ്കിൽ അയാൾ എന്തിനു വീണ്ടും മാളുവിന്റെ വീട്ടിൽ വരണം? അത്ര ശക്തമായ രീതിയിൽ അവളെയും അശ്വതിയെന്റെയും ഭീഷണിപ്പെടുത്തണം. അതിനർത്ഥം മുരളി അങ്കിളിന്റെയോ ജോബിൻ ഡോക്ടറുടെയോ ഭാഗത്തുനിന്ന് നന്ദൻ സാറിന് ഒരു സപ്പോർട്ടും കിട്ടരുത്. ഈ അവസ്ഥയിൽ നന്ദൻ സാറിന് തനിച്ചൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് അയാൾക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാവും നേരിട്ട് വന്നൊരു ഭീഷണിക്ക് അയാൾ മുതിരാത്തത്. അങ്ങനെയാണെങ്കിൽ നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും അപ്പു? അതിനെക്കുറിച്ച് അന്വേഷിച്ച് ഞാനും ആലോചിക്കുന്നത്.
നന്ദൻ സാറിനോട് എനിക്ക് ഇക്കാര്യം പറയണമെന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഈ അവസ്ഥയെ പറഞ്ഞാൽ സാർ സ്വന്തം ആരോഗ്യം പോലും വകവയ്ക്കാതെ ഇതിന് പുറകെ ഇറങ്ങിത്തിരിക്കുന്നുള്ള കാര്യം ഉറപ്പാ. അത് സത്യമാണ് അപ്പു. ഇപ്പോഴും കരഞ്ഞും കാലുപിടിച്ചും ഒക്കെയാ സമയാസമയത്ത് മരുന്നും ഫിസിയോതെറാപ്പിയും ഒക്കെ ചെയ്യുന്നത്. നന്ദേട്ടൻ ഇപ്പോൾ ജീവിക്കണമെന്ന് തന്നെ ആഗ്രഹം ഇല്ലാതായിരിക്കുന്നു. മനസ്സുകൊണ്ട് അത്ര തകർന്നു പോയിരിക്കുന്നു ആള്. എന്റെയും അച്ഛന്റെ നിർബന്ധം കൊണ്ട് ഇതൊക്കെ എങ്ങനെയെങ്കിലും സാധിച്ചെടുക്കുന്നത്. പക്ഷേ ഇങ്ങനൊരു സംശയത്തിന് സാധ്യതയുള്ള സ്ഥിതിക്ക് അത് സാറിനെ അറിയിക്കാതിരിക്കുന്ന തെറ്റല്ലേ നിളേച്ചി? അത് ശരിയാ. പക്ഷേ ഈ അവസ്ഥയിൽ എങ്ങനെയാ അപ്പു? എന്തായാലും ഇന്ന് അപ്പു ഇത് പറയാൻ നിൽക്കണ്ട. ഒരാഴ്ച കൂടി കഴിഞ്ഞാ പരസഹായം ഇല്ലാതെ നടക്കാൻ പറ്റുന്ന സ്ഥിതിയാവുന്ന ഡോക്ടർ പറഞ്ഞത്. ഞാനും അച്ഛനൊക്കെ അതിനു വേണ്ടിയാ ഇങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തു നിൽക്കുന്നത്. അത് മതി ചേച്ചി. നന്ദൻ സാറിനോട് അത് കഴിഞ്ഞ് പറഞ്ഞാൽ മതി. പക്ഷേ അതുവരെ കാത്തിരിക്കുന്നത് അബദ്ധമാണ്. തന്റെ സ്വാധീനം ഉപയോഗിച്ച് ഫിലിപ്പോസിനെതിരെ നമുക്ക് നീങ്ങാൻ പറ്റുന്ന എല്ലാ സാധ്യതകളും അയാൾ ഇല്ലാതാക്കും. അതിനു മുമ്പ് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അച്ഛൻ വരട്ടെ എന്തായാലും. അച്ഛനോട് പറഞ്ഞ് ചെറുതായിട്ടെങ്കിലും നന്ദേട്ടനോടൊന്ന് സൂചിപ്പിക്കാം. അപ്പോ എന്താ പറയുന്നെന്ന് അറിയാലോ. ചേച്ചി ഇത് മനസ്സിൽ വെച്ചേക്ക. ഞാൻ ഏതായാലും വേറൊരു വഴി കൂടി ട്രൈ ചെയ്യുന്നുണ്ട്. എന്താ അത്? അതൊക്കെ ഞാൻ പറയാം. ചിലപ്പോ എന്തെങ്കിലും പോസിറ്റീവായിട്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചേക്കും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് നന്ദൻ സാറിനോട് ഷെയർ ചെയ്യാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ചേച്ചി. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ട്. നന്ദേട്ടൻ കിടക്ക, ഞാൻ വിളിക്കാം. വേണ്ട, കിടന്നോട്ടെ. ഞാൻ ഇറങ്ങിയെന്ന് സാറിനോട് പറഞ്ഞാൽ മതി. പിന്നെ ഞാൻ സൗകര്യം പോലെ വിളിച്ചോളാം. ഇടയ്ക്ക് സമയം കിട്ടപ്പോഴൊക്കെ വാ അപ്പു. അപ്പു വരുന്നത് നന്ദേട്ടന് ആശ്വാസമുള്ള കാര്യാ. എനിക്കറിയാം ചേച്ചി, ഞാൻ വരാം. പോയിട്ട് ഞാൻ വിളിക്കാം. എത്രയായി? 100 രൂപ. ദാ. അമലേച്ചി വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചു നേരമായോ? ഏയ് ഇല്ല, ഞാനിപ്പോൾ സൈറ്റിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. കൃത്യസമയത്ത് അപ്പു വിളിച്ചത്. അപ്പുവിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. മുരളി സാർ പറഞ്ഞപ്പോൾ ഒന്ന് വിളിച്ച് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെയും ആ സമയത്ത് വിളിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്തതുകൊണ്ട് മടിച്ചു. മൈ ഹാർട്ട് ഫെൽറ്റ് കണ്ടോളൻസ് അപ്പു. ആ കുട്ടിക്ക് ഈശ്വരൻ അത്രേ ആയുസ് വിധിച്ചിട്ടുള്ളൂ എന്ന് കരുതി സമാധാനിക്കൂ. ആതിരയുടേത് ഈശ്വരൻ വിധിച്ചൊരു മരണമായിരുന്നില്ല ചേച്ചി. സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി മറ്റാരൊക്കെ ചേർന്ന് അവളുടെ ആയുസ് അവസാനിപ്പിക്കായിരുന്നു. അപ്പു എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മറ്റാരിക്കോ ചേർന്ന് ആയുസ് തീർക്കുക എന്ന് പറഞ്ഞാ? അതൊരു പ്ലാൻഡ് മർഡർ ആണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് ചേച്ചി. എന്താ അങ്ങനെ തോന്നാൻ? ആ കുട്ടിക്ക് ശത്രുക്കളാരെങ്കിലും? ആതിരെ എൻ്റെ കോളേജിലെ 2 സ്റ്റുഡൻസ് ഉപദ്രവിച്ചിരുന്നു. അത് അവർക്ക് എന്നോടുള്ള ശത്രുത തീർക്കാനായിരുന്നു. അതിനെതിരെ ആതിരയുടെ ഏട്ടൻ നന്ദൻ സാറ് പ്രതികളായ അരുണും സാംകുട്ടിക്കെതിരെ ലീഗലി മൂവ് ചെയ്തിരുന്നു. അവർ ജയിലിലാവുകയും ചെയ്തു. പ്രതികളിൽ ഒരാളായ സാംകുട്ടിയുടെ ഫാദർ ഫിലിപ്പോസ് വലിയ സ്വാധീനമുള്ള ഒരാളാണ്. അവരെ പുറത്തിറക്കാൻ അയാൾ അന്യായവും ഭീഷണിയും അങ്ങനെ അറിയാവുന്ന അടവുകളൊക്കെ പരീക്ഷിച്ചു. പക്ഷെ എന്ത് വന്നാലും കേസുമായി മുന്നോട്ട് പോകുന്ന നിലപാടിൽ തന്നെ നന്ദൻ സാർ ഉറച്ചു നിന്നു. അതിന്റെ പക തീർക്കാൻ, നന്ദൻ സാറിനെ ഇല്ലാതാക്കാൻ ഫിലിപ്പോസ് ഒരുക്കിയ കെണിയിൽ പാവ ആതിരപ്പെടുകയായിരുന്നു. ഇതൊക്കെ അപ്പുവിനെങ്ങനെ? ആതിരയുടെ മരണത്തിന് ശേഷം ഫിലിപ്പോസിനെ ഒരിക്കൽ ഞാനും മാളും കണ്ടിരുന്നു. അന്ന് അയാള് ഇതൊക്കെ അയാളുടെ പ്ലാൻ ആയിരുന്നു എന്നുള്ള രീതിയിൽ ചില സൂചനകൾ നൽകി സംസാരിച്ചു. വെറുതെ ആളാവാൻ വേണ്ടി പറഞ്ഞായിരിക്കുമെന്നാ ഞാനും ആളും കരുതിയത്. എന്നാലും സംശയം തീർക്കാനെന്ന പേരിൽ ഞാൻ മുരളിയങ്കിളിനോട് അപകടം ഉണ്ടാക്കിയ ടിപ്പറിനെ കുറിച്ച് ഒന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് സാർ അതേപറ്റി അന്വേഷിച്ചോ? മുരളിയങ്കിളിന്റെ പരിചയത്തിലുള്ള ചിലർ ആ സ്റ്റേഷനിലുണ്ടായിരുന്നു. പക്ഷെ അങ്കിൾ അത് അന്വേഷിച്ചത് കൃത്യമായി ഫിലിപ്പോസ് അറിയുകയും അയാള് മാളൂന്റെ വീട്ടിൽ ചെന്ന് മാളൂനെയും അശ്വതേന്റെയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അതോടെ എന്റെ സംശയം കൂടുതൽ ഉറച്ചു. ഇതിനിടയിൽ അത്രയൊക്കെ സംഭവിച്ചോ? എന്നിട്ട് മുരളി സാർ അതേക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. മുരളിയങ്കിൾ പോയത് പിന്നെയാ ഫിലിപ്പോസ് അവിടെ ചെന്ന് ഭീഷണിപ്പെടുത്തിയത്. ഓ, അത് ശരി. എങ്കിൽ പിന്നെ അയാളെ വെറുതെ വിടാൻ പാടില്ലല്ലോ. അപ്പോ വീട് കയറി ഭീഷണിപ്പെടുത്തിയെന്ന് കാണിച്ച് മുരളി സാറിനെ കൊണ്ട് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യിച്ചാലോ?